ഹായ് ആൾ. അപ്പോൾ നമുക്ക് ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസിലെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ടുവാർഡ്സ് എ 100-fold yield എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇതിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ഗെറ്റിംഗ് എ ഗുഡ് yield ബിസൈഡ്സ് നോച്ചറിങ്. അപ്പോൾ നമുക്കൊരു ഗുഡ് yield കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഗുഡ് സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. നമ്മൾ ഗുഡ് സീഡ്സ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഗുഡ് ആവണം. ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം, വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഫേവറബിൾ ക്ലൈമറ്റ്, നമ്മളുടെ ക്ലൈമറ്റ് എന്താവണം? ഫേവറബിൾ ആവണം. പെറ്റ്സ് ആൻഡ് വീഡ്സ് ഷുഡ് ബി കൺട്രോൾഡ്. പെറ്റ്സിനെയും അതുപോലെ തന്നെ വീഡ്സിനെയും, കൃഷി നശിപ്പിക്കുന്ന പെറ്റ്സിനെയും വീഡ്സിനെയും കൺട്രോൾ ചെയ്യണം. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ. ഫെർട്ടിലൈസേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഇറിഗേഷനും ചെയ്യേണ്ടതുണ്ട്. അടുത്തത്, വിച്ച് സ്റ്റേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ കളക്ടിങ് സീഡ്സ്. സീഡ്സ് കളക്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദി ഫസ്റ്റ് ഫോംഡ്, മിഡ് ഫോംഡ് ഓർ ദോസ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ് സ്റ്റേജ്. ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ മിഡ് ഫോംഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ്, അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിൻ്റെ എൻഡിൽ ഫോം ചെയ്യുന്നതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സീഡ് കളക്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏത് സ്റ്റേജാണ് സീഡ് കളക്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദി റൈപ്പൺഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ മിഡിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈപ്പൻഡ് ഫ്രൂട്ട്സ് എന്നാണ് എന്ത് കളക്ട് ചെയ്യാൻ നല്ലത്? സീഡ്സ് കളക്ട് ചെയ്യാൻ നല്ലത്. അടുത്തത്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ്. സീഡ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദി അപ്രോപ്രിയേറ്റ് ബോക്സ്. ഓരോ അതിൽ കറക്റ്റായിട്ടുള്ള ബോക്സിൽ ടിക്ക് ഇടാനാണ് പറയുന്നത്. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ yield. നമുക്ക് നല്ല ബെറ്റർ yield കിട്ടണം എന്നുണ്ടെങ്കിൽ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സ് വേണം ഉപയോഗിക്കാൻ. ഫോർ ദീസ്, ഇതിന് വേണ്ടിയിട്ട് ദി റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. അപ്പം നമുക്ക് ബെറ്റർ yield കിട്ടണം എന്നുണ്ടെങ്കിൽ സീഡ് ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റും ഫ്രൂട്ട്സും എന്താവണം? ഗുഡ് ക്വാളിറ്റിയിലുള്ളതാവണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നത് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എങ്ങനെയാവണം എന്നുള്ളതാണ് ഫസ്റ്റ് കോളത്തിൽ തന്നത്. അടുത്തത് ഫ്രൂട്ട്സ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. അപ്പം സീഡ് കളക്ട് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് എങ്ങനെയാവണം എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ തന്നത്. അടുത്തത് സീഡ് സെലക്റ്റഡ്, എങ്ങനത്തെ സീഡാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് തേർഡ് കോളത്തിൽ തന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്, തെറ്റായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. കറക്റ്റായിട്ടുള്ളത് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് എങ്ങനത്തെ പ്ലാന്റ് ആവണം എന്നാണ് ആദ്യം പറയുന്നത്. ലോ ഈൽഡുള്ള പ്ലാന്റ് എന്നാവണം സീഡ് കളക്ട് ചെയ്യേണ്ടത് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. അതെന്താണ്? തെറ്റാണ്. അടുത്ത ഓപ്ഷൻ എന്താണ് പറയുന്നത്? ഹൈ ഈൽഡ് ഉള്ള പ്ലാന്റ് എന്നാവണം സീഡ് കളക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്. അടുത്തത് ഹെൽത്തി പ്ലാന്റ് എന്നാവണം സീഡ് കളക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതും കറക്റ്റാണ്. അടുത്തത് ഇൻഫെക്റ്റഡ് പ്ലാന്റ് എന്നാണ് സീഡ് കളക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. അടുത്തത് സ്റ്റണ്ട് ഗ്രോത്ത്, അതായത് വളർച്ച നിലച്ചിട്ടുള്ള പ്ലാന്റ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്, സീഡ് കളക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഹെൽത്തി പ്ലാന്റ് നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ളതും ഹൈ ഈൽഡുള്ള പ്ലാന്റ് നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്, ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. നമുക്ക് സീഡ് എടുക്കേണ്ട ഫ്രൂട്ട് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നാണ് അടുത്തത് ചോദിക്കുന്നത്. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ് ലൈഫ് സ്പാൻ. പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് പ്ലാന്റ് ലൈഫ് സ്പാൻ. പ്ലാന്റിൻ്റെ ജീവിതകാലത്തുള്ള
എൻഡിലുള്ള, അതായത് അവസാന കാലഘട്ടത്തിലുള്ള ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദി മിഡിൽ ഓഫ് പ്ലാന്റ് ലൈഫ് സ്പാൻ. പ്ലാന്റ് ലൈഫ് സ്പാനിൻ്റെ മിഡിൽ സമയത്തുള്ള, മധ്യകാലത്ത് ഉള്ള ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് എന്നാണ് തേർഡ് ഓപ്ഷൻ. അതെന്താണ്? അതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഫസ്റ്റ് 2 ഓപ്ഷൻസും തെറ്റാണ്. തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഫുള്ളി റൈപ്പൺഡ് ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് എന്നാണ്. അതും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. അടുത്തത് നോട്ട് റൈപ്പൺ അല്ലാത്തതാണ് എടുക്കേണ്ടത് എന്നാണ് അടുത്ത ഓപ്ഷൻ. അത് തെറ്റാണ്. അടുത്തത് സീഡ് സെലക്റ്റഡ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സീഡ് എങ്ങനെയാവണം എന്നാണ് പറയുന്നത്. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് വേണമെന്ന് പറയുന്നുണ്ട്, കറക്റ്റാണ്. ഹാവ് നോർമൽ വെയിറ്റ് വേണം പറയുന്നുണ്ട്, കറക്റ്റാണ്. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടെ, ഉണ്ടാവണം എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്തത് ലൈറ്റ് വെയിറ്റ് ആവണം എന്ന് പറയുന്നുണ്ട്, തെറ്റാണ്. എങ്ങനെയാണ് അതാവേണ്ടത്? നോർമൽ വെയിറ്റ് ആവണം, അതുപോലെ തന്നെ നോർമൽ സൈസും ആവണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത്, ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ് ഡു സാപ്ലിംഗ് ഫോം. അപ്പം ഏത് പാർട്ടിൽ നിന്നാണ് താഴെ 2-3 പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് തൈ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്, സാപ്ലിങ്സ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. കറി ലീഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സീഡ്സെന്നും റൂട്ടെന്നും സ്റ്റെമ്മെന്നും ഉണ്ടാവും. ജിഞ്ചർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മെന്നാണ് ഉണ്ടാവുന്നത്. ബ്രയോഫിൽ ആണെന്നുണ്ടെങ്കിൽ ലീഫ് എന്നാണ് ഉണ്ടാവുന്നത്. പെപ്പർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും സ്റ്റെമ്മെന്നാണ് ഉണ്ടാവുന്നത്. അടുത്തത്, ഡിഫറൻഷിയേറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ്. അപ്പം സീഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. സീഡ്ലിങ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത്, അതായത് സീഡിൽ നിന്ന് ചെറിയ മുളകൾ ഉണ്ടാവുന്നില്ലേ, അത് ജെർമിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സീഡ്സ് നിന്നാണ്. ദി ഫോർമേഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്ട് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പം റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഈ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ തൈ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതെന്താണ്? ഒരു തരം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഏത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പം സീഡ്സ് ഉണ്ടാവുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി അടുത്തത്, റൈറ്റ് ദി എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ് ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും വഴി ഉണ്ടാവുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നതാണ് ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പംകിന്, പപ്പായ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്നതാണ് പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഗാർലിക്, ജിഞ്ചർ, റോസ്. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദി എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. അപ്പം ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്നതാണ് ആദ്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നത് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്നത് റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഏതൊക്കെ? ബ്രെഡ് ഫ്രൂട്ട്, കറി ലീഫ്, നീം. സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നതാണ് മുരിങ്ങ, ഷൂ ഫ്ലവർ, ടാപ്പിയോക്ക. ലീഫ് നിന്നുണ്ടാവുന്നതാണ് ബ്രയോഫില്ലം, ബെഗോണിയ ആൻഡ് സ്നേക്ക് പ്ലാന്റ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നതാണ് ഡയോസ്കോറ, ജിഞ്ചർ, ഓണിയൻ. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സീഡിൽ നിന്നുണ്ടാവുന്നതാണ് മുരിങ്ങ, ടൊമാറ്റോ, ബ്രിഞ്ചാളൊക്കെ. അടുത്തത്, ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ബോത്ത്
ബോത്ത് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സീമക്കൊന്ന, മുരിങ്ങ, കറി ലീഫ്, ചൈന റോസ്, ടീക്ക്. ഇതൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ലെയറിങ്. വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ലെയറിങ്. ലെയറിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് താഴെ തന്നിട്ടുണ്ട്. സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൻ്റെ പെൻസിലിൻ്റെ അത്ര സൈസുള്ളൊരു സ്റ്റെം എടുക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദി മെയിൻ സ്റ്റെം. നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ സ്റ്റെം തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. മേക്ക് എ കട്ട് ഓഫ് 2 to 3 centimeter ഇൻ ലെങ്ത് ഇൻ എ സർക്കുലർ ഷേപ്പ് ഓൺ ദി ബാർക്ക് ബിറ്റ്വീൻ 2 nodes ഓഫ് ദി സ്റ്റെം. അപ്പം ഈ സ്റ്റെമ്മിൻ്റെ 2 നോഡ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? സർക്കുലാർ ഷേപ്പിൽ ഒരു 2 to 3 centimeter ലെങ്ത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ എ സ്ലൈഡ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോപീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് പൗഡർ ടു ദിസ് ഏരിയ. എന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക്, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് കൊക്കോപീറ്റും സോയിലും അതുപോലെ തന്നെ കൗഡങ് പൗഡറും അപ്ലൈ ചെയ്ത് കൊടുക്കുക. വ്രാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഏരിയ പോളിത്തീൻ ബാഗ് വെച്ചിട്ട് വ്രാപ്പ് ചെയ്യുക. വാട്ടർ ദി ഏരിയ ഈ ഫ്രിക്വയർഡ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വാട്ടർ നനച്ച് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് റൂട്ട് വിൽ സ്പ്രൗട്ട് ഇൻ ദി ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 months. നമ്മൾ ലെയറിങ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് റൂട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും 2 months ഉള്ളിൽ. കട്ട് ദി സ്റ്റെം ജസ്റ്റ് ബിലോ ദി ഏരിയ ഓഫ് ലെയറിങ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ലെയറിങ് നടത്തിയതിൻ്റെ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യുക? സ്റ്റെമ്മ് കട്ട് ചെയ്യുക. ആൻഡ് ദീസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സ്റ്റെമ്മ് ഫ്ലവർ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ പ്ലാന്റ് ചെയ്യുക. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ്, അത് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ സോയിൽ, അത് സോയിലിലേക്ക് റീപ്ലാന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലെയറിങ്. എന്താണ് ലെയറിങ് എന്നാണ് ചോദിക്കുന്നത്. ലെയറിങ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ് ദി സ്റ്റെം ഓഫ് മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അതായത് ഒരു മദർ പ്ലാന്റിൽ നിന്ന് റൂട്ട് വന്നതിന് ശേഷം ആ മദർ പ്ലാന്റ് എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക. ആ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടുക. അതായത് ഒരു മദർ പ്ലാന്റിൽ നിന്ന് റൂട്ട് വന്നതിന് ശേഷം മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് മുറിച്ചിട്ട് കുഴിച്ചിടുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക്. ലെയറിങ് ഏതൊക്കെ പ്ലാന്റ്സിലാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട. അതിലൊക്കെ ലെയറിങ് സപ്പോർട്ടീവാണ്. അടുത്തത് വാട്ട് ഈസ് സെർപ്പൻറ്റൈൻ ലെയറിങ്. എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്നാണ് ചോദിക്കുന്നത്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് പപ്പായ, ലെയറിങ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദി ലോങ് ബ്രാഞ്ചസ് ഇൻ ടു സോയിൽ ആൻഡ് കവറിങ് ദി ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവെൽസ്. അപ്പോൾ എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്നാണ് ചോദിക്കുന്നത്. പ്ലാന്റ് ആയിട്ടുള്ള പെപ്പർ പോലുള്ള പ്ലാന്റ്സിൽ ലെയറിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബെൻഡിങ് എ ലോങ് ബ്രാഞ്ച് ഇൻ ടു സോയിൽ. ഒരു വലിയ ബ്രാഞ്ച് എന്ത് ചെയ്യും? സോയിലിലേക്ക് വളച്ചെടുക്കും. ആൻഡ് കവറിങ് ദി ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവെൽസ്. എന്നിട്ട് എന്ത് ചെയ്യും? അതിലുള്ള ഓരോ നൊഡ്യൂൾസിലും ഇവരെന്ത് ചെയ്യും? സോയിൽ വെച്ചിട്ട് കവർ ചെയ്യും. ഇൻ ദിസ് വേ, ഈ വഴി മൾട്ടിപ്പിൾ സാപ്ലിംഗ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടാനിയസ്ലി ഫ്രം സിംഗിൾ ബ്രാഞ്ച്. ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു വഴി എന്നാണ് പറയുന്നത്. അടുത്തത് പ്ലാന്റ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിങ് മെത്തേഡ്സ്. ഡിഫറെൻറ്റ് ലെയറിങ് മെത്തേഡ്സ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാണ് എയർ ലെയറിങ്. എയർ ലെയറിങ്ങിന് നടത്തുന്ന പ്ലാന്റ്സ് ആണ് ഗോവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ, ആപ്പിൾ, ഫിഗ്, ആൽമണ്ട്. ഇതൊക്കെ എയർ ലെയറിങ് നടത്തുന്ന പ്ലാന്റ്സ് ആണ്. അടുത്തത് സെർപ്പൻറ്റൈൻ ലെയറിങ് നടത്തുന്നത് ബോഗൻവില്ല, ജാസ്മിന്, ബെറ്റൽ പെപ്പർ, ഗ്രേപ്സ്, ക്രൈസാന്തിമം. ഇതിലൊക്കെയാണ് സെർപ്പൻറ്റൈൻ ലെയറിങ് നടത്തേണ്ടത്.
അടുത്തത് ലിസ്റ്റ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് ത്രൂ ലെയറിങ്. ലെയറിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാനാണ് പറഞ്ഞത്. അഡ്വാൻറ്റേജസ് ആയിട്ട് പൊസസ് ദി ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റി അത് കാണിക്കും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. വേഗം ഫ്ലവർ ഉണ്ടാവും, അതുപോലെ തന്നെ നേരത്തെ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. അതിൻ്റെ സൈസ് ചെറുതാണ്, അതുപോലെ തന്നെ ലൈഫ് സ്പാന് വളരെ കുറവാണ്. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല. റിക്വയർ മോർ കെയർ. നമ്മൾ നല്ല കെയർ കൊടുത്തിട്ട് വേണം അത് നോക്കാൻ. അടുത്തത് വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രാഫ്റ്റിംഗ് ഈസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ് ബൈ ജോയിനിങ് ദി സ്റ്റെം ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ് ടു ദി സെയിം സ്പീഷീസ്. അപ്പം ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈ ഉണ്ടാക്കുന്ന, സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ബൈ ജോയിനിങ് ദി സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ്. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം എടുത്തിട്ട് മറ്റൊരു പ്ലാന്റുമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക. ആ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ് എടുക്കുക. പിന്നെ എടുക്കുന്ന പ്ലാന്റ് എങ്ങനെയാവണം? അതിന് റൂട്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ ആ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൻ്റെ സെയിം സ്പീഷീസും ആവണം. എന്നിട്ട് അത് രണ്ടും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക. പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. നമ്മൾ റൂട്ടുള്ള പ്ലാന്റിനെ എടുക്കുന്നുണ്ട്. അങ്ങനെ റൂട്ടുള്ള പ്ലാന്റിനെ ഗ്രാഫ്റ്റിങ്ങിന് എടുക്കുന്ന റൂട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദി സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ് ഈസ് കോൾഡ് സിയോൺ. അപ്പം ഈ റൂട്ട് സ്റ്റോക്കുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്റ്റെമ്മിനെയാണ് സിയോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ ഈ ഒരു ഫിഗറിൽ ഇതാണ് സിയോണ്, ഇതാണ് റൂട്ട് സ്റ്റോക്ക്. അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരൊറ്റ ചെടിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് ദി റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ്. നമ്മൾ റൂട്ടുള്ള ആ പ്ലാന്റ് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന റൂട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്, റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദി ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ്. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്? സിയോൺ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ചൂസ് എ മാംഗോ പ്ലാന്റ് ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year. 6 months to 1 year ഉള്ള ഒരു മൂവാണ്ടൻ വെറൈറ്റിയിലുള്ള ഒരു മാംഗോ പ്ലാന്റ് എടുക്കുക. ദീസ് പ്ലാന്റ് വിത്ത് റൂട്ട് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. അപ്പം റൂട്ടുള്ള ഈ ഒരു മൂവാണ്ടൻ വെറൈറ്റിയിലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് സെയിം സൈസ് ആസ് റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. ദീസ് ഈസ് കോൾഡ് സിയോൺ. എന്നിട്ട് എന്ത് ചെയ്യുക? നീലം വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് എടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു റൂട്ട് സ്റ്റോക്കിൻ്റെ സെയിം സൈസുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്യുക. അപ്പം ആ നീലം വെറൈറ്റിയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കൊമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിയോൺ എന്ന് പറയുന്നത്. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ആസ് സിയോൺ. പുതിയതായിട്ട് ബഡ്സ് ഉണ്ടായിട്ടുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ സിയോണായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. കട്ട് ദി റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 centimeter ഫ്രം ദി ബോട്ടം ടു ജോയിൻ സിയോൺ. റൂട്ട് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക? 15 centimeter താഴേന്ന് എടുക്കണം. സിയോണുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് സ്റ്റോക്ക് 15 centimeter താഴേന്ന് എടുക്കണം. മേക്ക് എ 4 centimeter ഡീപ്പ് കട്ട് അലോങ് ദി സെൻറ്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? റൂട്ട് സ്റ്റോക്കിൻ്റെ സെൻറ്ററിൽ ഒരു 4 centimeter ഡീപ്പ് കട്ട് കൊടുക്കുക ഒരു നൈഫ് യൂസ് ചെയ്തിട്ട്. മേക്ക് ടാപ്പേർഡ് കട്ട് ഓൺ ബോത്ത് സൈഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സിയോൺ. സിയോണിൻ്റെ താഴെയും നമ്മൾ എന്ത് ചെയ്യുക? കട്ട് കൊടുക്കുക. ഇൻസേർട്ട് ദി സിയോൺ ഇൻ ടു ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദി റൂട്ട് സ്റ്റോക്ക് ആൻഡ് ബൈൻഡ് ഇറ്റ് വിത്ത് എ പോളിത്തീൻ ടാപ്പ്. എന്നിട്ട് സിയോൺ എന്ത് ചെയ്യുക? ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ആ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊരു പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട് ബൈൻഡ് ചെയ്യുക. വൺസ് ദി സിയോൺ ഗെറ്റ് ജോയിൻഡ് വിത്ത് സ്റ്റോക്ക് ആൻഡ് ബിഗിൻ ടു ഗ്രോ, ദി സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ് അറ്റ് ദി മോർ കൺവീനിയൻറ്റ് പ്ലേസ്. ഒരിക്കലും സിയോണ് സ്റ്റോക്കുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. അങ്ങനെ എന്ത് ചെയ്യുക? ദി സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ സാപ്ലിംഗ് തൈ എന്ത് ചെയ്യുക? മോർ കൺവീനിയൻറ്റ് പ്ലേസിലേക്ക് നിങ്ങൾ പറിച്ച് നടണം എന്നാണ് പറയുന്നത്.
അടുത്തത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിംഗ് ത്രൂ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് വഴി തൈ ഉണ്ടാവുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. ഏർലി ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാവും. ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇംപ്രൂവ്ഡ് yield. അടുത്തത് എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ് യൂസിങ് മാൽഗോവ ആൻഡ് ഗോമാവ് which is an indigenous variety of mango tree which should be the root stock which should be the Scion. അപ്പോൾ നമ്മളൊരു സാപ്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? മാൽഗോവയും അതുപോലെ തന്നെ ഗോമാവും യൂസ് ചെയ്തിട്ട്. അപ്പം ഇതിൽ ഏതാണ് റൂട്ട് സ്റ്റോക്കും ഏതാണ് സിയോൺ എന്നാണ് ചോദിക്കുന്നത്. റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ എടുക്കുന്നത് മാൽഗോവയാണ്, ഗോമാവാണ് എടുക്കുന്നത്. അടുത്തത് സിയോൺ ആയിട്ട് എടുക്കുന്നത് മാൽഗോവയാണ്. അടുത്തത് വാട്ട് ഈസ് ബഡ്ഡിങ്. എന്താണ് ബഡ്ഡിങ്? ബഡ്ഡിങ് ഈസ് ദി മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് ആൻഡ് ബിലോങ്സ് ടു ദി സെയിം സ്പീഷീസ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ ജോയിനിങ് ദി ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത്, അതായത് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റിൻ്റെ ബഡ് ജോയിൻ ചെയ്യിപ്പിക്കുക വിത്ത് അനദർ പ്ലാന്റ്, മറ്റൊരു പ്ലാന്റുമായിട്ട്, ദാറ്റ് ഹാസ് റൂട്ടുള്ള മറ്റൊരു പ്ലാന്റുമായിട്ട്, ബിലോങ് ടു ദി സെയിം സ്പീഷീസ്, സെയിം സ്പീഷീസിലുള്ള റൂട്ടുള്ള മറ്റൊരു പ്ലാന്റുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അപ്പം സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ജോയിൻ ചെയ്യിപ്പിക്കുക, സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്ലാന്റുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എക്സാമിൻ ദി സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റേജസ് പറയാനാണ് പറയുന്നത്. ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് റിമൂവ് സ്റ്റേമൻ ഫ്രം ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട ആ ഒരു ഫ്ലവേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേമൻസ് റിമൂവ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. ദി ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെൻറ്റ് പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവർ ഫാളിങ് ഓൺ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഫ്ലവർ എന്ത് ചെയ്യുക? നന്നായിട്ട് റാപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ദി പോളൻ ഗ്രെയിൻസ് ഫ്രം ദി അതർ ഫ്ലവർ ഫാളിങ് ഓൺ ഇറ്റ്. പോളൻ ഗ്രെയിൻസ്, മറ്റ് ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൽ വന്ന് വീഴുന്നത് തടയാൻ വേണ്ടിയിട്ട്. പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ് ടു ദി സെയിം സ്പീഷീസ്. പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് സെയിം സ്പീഷീസിൽ നിന്ന് തന്നെ ആവണം. ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. അപ്പം എന്ത് വേണം? ഡിഫറെൻറ്റ് ക്വാളിറ്റി ഉള്ള സെയിം സ്പീഷീസിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ആവണം അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത്. ആർ കളക്റ്റഡ് യൂസിങ് എ ബ്രഷ്. അപ്പോൾ നമ്മളത് എന്ത് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യണം? ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സെയിം സ്പീഷീസിൽ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യണം. പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൻ്റെ സിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യലി അതിനെ പോളിനേറ്റ് ചെയ്യും. ദി ഫ്ലവർ ഈസ് റാപ്ഡ് അഗെയിൻ ടു പ്രിവെൻറ്റ് പോളിനേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്ലവർ പിന്നെ നമ്മൾ ഒരു കവർ വെച്ചിട്ട് റാപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ആ പോളിനേഷൻ ഇനി വേറെ പോളിനേഷൻ നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ഈസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റി ആൻഡ് ബിലോങ് ടു സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള ഡിഫറെൻറ്റ് ക്വാളിറ്റിയുള്ള രണ്ട് പ്ലാന്റ് എടുക്കുക. അതിനെ എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്. ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യുക? രണ്ട് പ്ലാന്റ്സിനെ പോളിനേറ്റ് ചെയ്യിപ്പിക്കുക. വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. ഡിഫറെൻറ്റ് ക്വാളിറ്റിയുള്ള രണ്ട് പ്ലാന്റ് എടുത്തിട്ട് ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് ബിലോങ് ടു സെയിം സ്പീഷീസ്. അതെന്താവണം? സെയിം സ്പീഷീസിലാവണം.
ഫ്രം ദി സീഡ്സ് ദസ് പ്രൊഡ്യൂസ്ഡ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആർ കളക്റ്റഡ്. ഇങ്ങനെ ഉണ്ടാവുന്ന സീഡ്സിൽ നിന്ന് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള സീഡ്സ് കളക്ട് ചെയ്യും. ദീസ് ആർ ഹൈബ്രിഡ് സീഡ്സ്. ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പം പ്ലാന്റ് ഇവിടെ നമ്മൾ എടുക്കുന്നത് ചില്ലി, പീ, പാഡി, കോക്കനട്ട്, ലേഡീസ് ഫിംഗർ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഹൈബ്രിഡ് സീഡ്സിന് എക്സാമ്പിളാണ് ഉജ്ജ്വല. ചില്ലീൻ്റെ ഹൈബ്രിഡ് സീഡാണ് ഉജ്ജ്വല, ജ്വാലമുഖി. പീൻ്റെതാണെങ്കിൽ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും, അതുകൊണ്ട് എക്സാമിന് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് പാഡി ആണെന്നുണ്ടെങ്കിൽ പവിത്ര, അന്നപൂർണ. കോക്കനട്ട് ചന്ദ്രലക്ഷ ആൻഡ് ചന്ദ്രസങ്കര. ലേഡീസ് ഫിംഗർ ആണെന്നുണ്ടെങ്കിൽ സൽകീർത്തി അല്ലെങ്കിൽ കിരൺ. അടുത്തത് വിച്ച് ആർ ദി മേജർ അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണൂത്തി, തൃശ്ശൂർ. അതൊരു അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്ററാണ്. അടുത്തത് ഏതാണ്? റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള ഏതാണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? വെറൈറ്റി ഓഫ് റബ്ബർ പ്ലാന്റ് ഉണ്ട്. അടുത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അടുത്തത് റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റിസർച്ച് സെൻറ്റേഴ്സ്, അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്. അടുത്തത് ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ് അലോൺ ഗിവ് എ ബെറ്റർ ഈൽഡ്? ഗുഡ് ക്വാളിറ്റി സീഡ്സ് മാത്രം നമുക്ക് ബെറ്റർ ഈൽഡ് തരുമോ? വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ ബെറ്റർ ഈൽഡ്? ബെറ്റർ ഈൽഡ് കിട്ടണമെങ്കിൽ ഗുഡ് ക്വാളിറ്റി സീഡ്സ് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഫെർട്ടൈൽ സോയിൽ, പെസ്റ്റ് കൺട്രോള്, വീഡ് കൺട്രോള്, ഗുഡ് ക്ലൈമറ്റ്, പ്രോപ്പർ മാനുവറിങ്, പ്രോപ്പർ ഇറിഗേഷൻ. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തത് പ്രോപ്പർ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ ഈൽഡ്. ബെറ്റർ ഈൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണം. വിച്ച് ആർ ദി ഫെർട്ടിലൈസേഴ്സ് കോമൺലി യൂസ്ഡ് ബൈ ഫാർമേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉള്ള ഫാർമേഴ്സ് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? കൗഡങ്, യൂറിയ, കമ്പോസ്റ്റ് മാനുവർ, ബോൺ മീല്, ഗ്രീൻ മാനുവർ, ഫിഷ് മാനുവർ, പൗൾട്രി ഡ്രോപ്പിംഗ്, ഗോഡ് ഡ്രോപ്പിങ്സ്. ഇതൊക്കെയാണ് നമ്മളുടെ ഏരിയയിലുള്ള ഫാർമേഴ്സ് ലോക്കലി യൂസ് ചെയ്യുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദി ടേബിൾ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും തന്നിട്ടുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിളാണ് കൗഡങ്, ചിക്കൻ മാനുവർ, കമ്പോസ്റ്റ്, ബോൺ മീല്. കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ യൂറിയ, NPK മിക്സ്ചർ, അമോണിയം നൈട്രേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്. അടുത്തത് ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ? ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അടുത്തത് വിച്ച് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസർ? ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സോ ദി മിക്സഡ് മെത്തേഡ് ഓഫ് അപ്ലൈയിങ് മോർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ലെസ് ക്വാളിറ്റി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഈസ് മോർ ഡിസൈറബിൾ. അപ്പം കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കുറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഓർഗാനിക് മാറ്റർ എന്നാണ്. കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ ആവശ്യമാണ്. കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ അളവിലാണ് ആവശ്യമായിട്ടുള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മളെ സോയിലിന് ഹാംഫുൾ അല്ല, പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എക്സസീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോയിലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്.
ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കനോട്ട് ബി സപ്ലൈഡ് ആസ് സിംഗിൾ കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കോമ്പണൻറ്റ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ കോമ്പണൻസ് സപ്ലൈ ചെയ്യാം. അടുത്തത് വാട്ട് ആർ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഇൻ ദീസ് മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. മൈക്രോബ്സിനെ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്യൂഡോമോണാസ്, ആസോസ്പൈറലം ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് ഗിവ് എക്സാമ്പിൾ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനും ഓർഗാനിക് പെസ്റ്റിസൈഡ്സിനും എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. കെമിക്കലിന് എക്സാമ്പിളാണ് DDT, എൻഡോസൾഫാന്, കാർബോഫ്യൂറാന്, മെലാത്തിയോൺ. ഇതൊക്കെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിളാണ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിളാണ് ടുബാക്കോ, ഡിക്കോക്ഷൻ, നീം ഓയിൽ ഇമൾഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ. ഇതൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, പെസ്റ്റിസൈഡ്സ് ഉണ്ട്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അപ്പം പെസ്റ്റിസൈഡ്സിലുള്ളതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ബയോളജിക്കൽ കൺട്രോളിൽ എന്താ പറയുന്നത്? ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്റ്റ് വിച്ച് ഈറ്റ് ദി പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. അപ്പം ലേഡി ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസെക്റ്റ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിൽ വളരുന്ന പെസ്റ്റിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ട്രൈക്കോമോണ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്റ്റ് ഓഫ് ദിസ് കൈൻഡ്. ട്രൈക്കോമോണ എന്ന് പറഞ്ഞാൽ അനദർ ഇൻസെക്റ്റ് ആണ്. അതും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിൽ വളരുന്ന പെസ്റ്റിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഫ്രോഗ്, മബൂയ, കലോഡ്സ്, ബഗ് എക്സെട്ര ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്പ്. അപ്പം ഫ്രോഗും മയൂബയും കലോഡ്സും ബഗ്ഗും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോപ്പിനെ നശിപ്പിക്കുന്ന പെസ്റ്റിനെ കഴിക്കുന്നുണ്ട്. ദീസ് കൈൻഡ് ഓഫ് പെസ്റ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. ഇങ്ങനത്തെ ദീസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോളാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തത് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുമ്പം ദി മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദ മാനുവലി ഓർ യൂസിങ് ടാബ്സ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ട്രാബ്സ് ഉപയോഗിച്ചിട്ട് പെസ്റ്റിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മാനുവലി പെസ്റ്റിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഫെറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ. ഫെറമോൺ ട്രാപ്പാണ് ഇതിനൊരു എക്സാമ്പിൾ. അടുത്തത് പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഉണ്ട്. പെസ്റ്റിസൈഡ്സ് ആർ 2 ടൈപ്സ്, കെമിക്കൽ ആൻഡ് ഓർഗാനിക്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ് ആണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ആണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സിനേക്കാളും. ടുബാക്കോ ഡിക്കോക്ഷൻ, നീം ഓയിൽ ഇമൾഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ എക്സെട്ര ആർ സം ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. അപ്പം ടുബാക്കോ ഡിക്കോക്ഷൻ, നീം ഓയിൽ ഇമൾഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ ഒക്കെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിളാണ്. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ടു പ്രിപ്പയർ ടുബാക്കോ ഡിക്കോക്ഷൻ. എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പറയാനാണ് പറയുന്നത്. ചോപ്പ് 100 gram ഓഫ് ടുബാക്കോ ചോപ്പ് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? 1.5 liter ഓഫ് വാട്ടറിൽ സോക്ക് ചെയ്യുക ഒരു ദിവസം. സ്ക്വീസ് ഇറ്റ്, എന്നിട്ട് അത് നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക. ആൻഡ് ഫിൽറ്റർ ഇറ്റ്, എന്നിട്ട് ഫിൽറ്റർ ചെയ്യുക. ഡിസോൾവ് 10 gram ഓഫ് വാഷിംഗ് സോപ്പ് 10 gram അതിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ടുബാക്കോ ഡിക്കോക്ഷൻ ഈസ് റെഡി നൗ. ഡൈല്യൂട്ട് ബൈ ആഡിങ് ട്വൈസ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതിൻ്റെ ഇരട്ടി വാട്ടർ ആഡ് ചെയ്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്യുക. അടുത്തത് ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്. എങ്ങനെയാണ് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ് അപ്ലൈ ചെയ്തിട്ട്, പിക്കിംഗ് വീഡ് ബൈ ഹാൻഡ് വെച്ചിട്ട് വീഡ്സിനെ പിക്ക് ചെയ്തിട്ട്, ബൈ ചോപ്പിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് വീഡ്സ്, ചോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡ്സ് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വീഡ്സിനെ കൺട്രോൾ ചെയ്യാം. അടുത്തത് അതർ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആണ്. ഏതൊക്കെ? സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽക്ക് വേമിനെ റിയർ ചെയ്യുന്ന സെക്ടറാണ് സെറികൾച്ചർ. ഫോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിനെ ഗ്രോ ചെയ്യുന്ന മേഖലയാണ്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ ഹണി ബീസിനെ വളർത്തുന്ന മേഖലയാണ്. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫിഷിനെ റിയർ ചെയ്യുന്ന മേഖലയാണ്.
ക്യൂനി കൾച്ചർ എന്ന് പറഞ്ഞാൽ റാബിറ്റ്സിനെ വളർത്തുന്ന മേഖലയാണ്. മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ മഷ്റൂംസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന മേഖലയാണ്. പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പൗൾട്രീസിന് റിയർ ചെയ്യുന്ന മേഖലയാണ്. ലൈവ് സ്റ്റോക്ക് റിയറിംഗ് എന്ന് പറഞ്ഞാൽ കാറ്റിൽസിന് റിയർ ചെയ്യുന്ന മേഖലയാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അടുത്തത് ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ടു ദി സബ്സ്റ്റൻസ് ദാറ്റ് ടേൺഡ് പതിമംഗം വാട്ടർ ഇൻ ടു യെല്ലോ ഹാവ് എനിത്തിങ് കോമൺ ഇൻ ദെയർ ടേസ്റ്റ്. അപ്പം പതിമംഗം വാട്ടറിനെ യെല്ലോ കളറാക്കിയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റിന് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഉണ്ട്. ദേ ഓൾ ഹാവ് സോർ ടേസ്റ്റ്. അതിനൊക്കെ എന്ത് ടേസ്റ്റ് ആണുള്ളത്? സോർ ടേസ്റ്റ് ആണുള്ളത്. ദി സോർ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സം ആസിഡ് ഇൻ ദം. ആ സോർ ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? അതിൽ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കാരണമാണ്. അടുത്തത് ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഫ്രം സ്കൂൾ ലബോറട്ടറി. സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും എടുക്കുക. ഡിപ്പ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ദീസ് ലിക്വിഡ്. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ലിക്വിഡിലേക്ക് ഈ ബ്ലൂവും റെഡും ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുക. ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ സയൻസ് ഡയറി. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഈ ഒബ്സർവേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പം ഏതൊക്കെ ലിക്വിഡ്സാണ് അവിടെ തന്നിട്ടുള്ളത് എന്ന് ആദ്യം നോക്കാം. ഏതൊക്കെ ലിക്വിഡ്സാണ് തന്നിട്ടുള്ളത്? സോപ്പ് വാട്ടർ തന്നിട്ടുണ്ട്, ലൈം ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, വിനെഗർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ക്ലിയർ ആസ് സസ്പെൻഷൻ, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുക. ബ്ലൂവും അതുപോലെ തന്നെ റെഡും ഡിപ്പ് ചെയ്യുക. അപ്പം എന്തൊക്കെ കളർ ചേഞ്ചാണ് അതിൽ വരുന്നത് നോക്കാം. അപ്പം ലിക്വിഡ് ഏതൊക്കെയാണ്? വിനെഗർ, ലൈം ജ്യൂസ്, ക്ലിയർ ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ക്ലിയർ ആസ് സസ്പെൻഷൻ. എന്നിട്ട് നമ്മൾ വിനെഗറിലേക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ റെഡ് ലിറ്റ്മസ് വിനെഗറിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? റെഡായിട്ട് മാറും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അത് റെഡായിട്ട് തന്നെ നിൽക്കും. അടുത്തത് ലെമൺ ജ്യൂസിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡായിട്ട് മാറും. ഇനി അത് റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ലെമൺ ജ്യൂസിലേക്ക് ഇടുന്നത് എന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല, റെഡായിട്ട് തന്നെ നിൽക്കും. അടുത്തത് ക്ലിയർ ലൈം വാട്ടറിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കും. റെഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് മാറും. സോപ്പ് വാട്ടറിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് തന്നെ നിൽക്കും? ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും. അടുത്തത് ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറും. അടുത്തത് ബട്ടർ മിൽക്കിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ റെഡായിട്ട് മാറും. റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്തത് ടമറിൻഡ് വാട്ടറിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ റെഡായിട്ട് മാറും. റെഡ് ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്തത് ക്ലിയർ ആഷ് സസ്പെൻഷനിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലൂ കളറായിട്ട് മാറും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് ലിക്വിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ഏതൊക്കെ ലിക്വിഡാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെയാണ്. വിനെഗർ ഉണ്ട്, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ഇതൊക്കെ ബ്ലൂവിനെ റെഡാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അടുത്തത് വിച്ച് ലിക്വിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നത് ഏതൊക്കെയാണ്? ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ആസ് സൊല്യൂഷൻ, ഇതൊക്കെയാണ് സസ്പെൻഷൻ. ഇതൊക്കെയാണ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ആസിഡ്സ്. എന്താണ് ആസിഡ്സ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ബേസസ്. എന്താണ് ബേസസ്? സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസ് ആണ് ബേസസ്. അടുത്തത് വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ.
ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ആണ്. അത് ആസിഡ്സിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. എങ്ങനെ? അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്തിട്ട്. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. ലിറ്റ്മസ് പേപ്പർ എന്താണ്? ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ്. അടുത്തത്, ഇൻ അഡീഷൻ ടു ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ നെയിം 2 other indicators that are commonly used in laboratory. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും അല്ലാതെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേര് പറയാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫിനോഫ്തലീൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ചേഞ്ചസ് ഇൻ കളർ വെൻ 2 or 3 drops of phenolphthalein are added to various acids and bases. വ്യത്യസ്തമായിട്ടുള്ള ആസിഡ്സിലേക്കും ബേസസിലേക്കും 2-3 ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കളർ ചേഞ്ചസ് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. സിമിലർലി ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് മീഥൈൽ ഓറഞ്ച് ഇൻ ആസിഡ്സ് ആൻഡ് ബേസ്. അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും ആസിഡ്സിലേക്കും ബേസസിലേക്കും ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? ആ കളർ ചേഞ്ച് ടേബിളിൽ എഴുതാനാണ് പറയുന്നത്. വിനെഗറിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കളറ്, അതായത് പ്രത്യേകിച്ചൊരു കളറും ഫോം ചെയ്യൂല. പക്ഷേ വിനെഗറിലേക്ക് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറ് ഫോം ചെയ്യും. ഇനി അടുത്തത്, ക്ലിയർ ലൈം വാട്ടറിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ ഉണ്ടാവും. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളർ ഉണ്ടാവും. അടുത്തത്, ലെമൺ ജ്യൂസിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളറൊന്നും ഉണ്ടാവില്ല. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവും. അടുത്തത്, സോപ്പ് വാട്ടറിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ ഉണ്ടാവും. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ കളറാണ് ഉണ്ടാവുന്നത്. അടുത്തത്, ക്ലിയർ ബേക്കിംഗ് സോഡയിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ ഉണ്ടാവും. മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാവും. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്സ്. ആസിഡ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? മീഥൈൽ ഓറഞ്ച് ആണ്. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസ്. ബേസസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിനോഫ്തലീൻ ആണ്. ഓൾ ആസിഡ്സ് ഹാവ് ഡാഷ് ടേസ്റ്റ്. എല്ലാ ആസിഡ്സിനും എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റ്. ഓൾ ബേസസ് ഹാവ് ഡാഷ് ടേസ്റ്റ്. എല്ലാ ബേസസിനും ആൽക്കലൈൻ. അടുത്തതാണ്, ഐഡൻറ്റിഫൈ ദി കോമൺ പ്രോപ്പർട്ടി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ സോർ ടേസ്റ്റ്, ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ബേസസ് ആണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ് ആണ്, ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അത് സ്ലിപ്പറി ആണ്. അടുത്തത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് സബ്സ്റ്റൻസ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. താഴെ തന്നിട്ടുള്ള ഏത് സബ്സ്റ്റൻസ് ആണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസ്, റൈസ് സൂപ്പ്, ബ്ലാക്ക് ടീ, ബിലിംബി, അതായത് ഇരുമ്പൻ പുലി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. ഇതിലേതൊക്കെയാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസ്, ബിലിംബി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസാണ്. കാരണമാണ് ഇവിടെ പറയുന്നത്, ദീസ് ഹാവ് സോർ ടേസ്റ്റ്, സോ ദേ കണ്ടെയ്ൻ ആസിഡ്സ്. ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഇതിനെന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റ് ആണ്. സോർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിലെന്ത് അടങ്ങിയിട്ടുണ്ടാവും? ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടാവും. ആസിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ്. ആസിഡ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ബട്ടർ മിൽക്ക് കേടാണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡാണ്. വിനെഗറിലുള്ളത് അസറ്റിക് ആസിഡാണ്. ലെമണിലുള്ളത് സിട്രിക് ആസിഡാണ്. ടമറിൻ്റിലുള്ളത് ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിലുള്ളത് മാലിക് ആസിഡ്. ഗൂസ്ബെറിയിൽ അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്തത്, ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കം കേർഡ്. മിൽക്ക് എങ്ങനെയാണ് കേടാവുന്ന സമയത്ത് അസിഡിക് ആയിട്ട് മാറുന്നത് എന്നാണ് ചോദിക്കുന്നത്. എ ലിറ്റിൽ കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു ടേൺ ഇറ്റ് ഇൻ ടു കേർഡ്. ഒരു ലിറ്റിൽ കേർഡ് നമ്മൾ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? കേർഡായിട്ട് മാറും. കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസില്ലസ്. കേർഡിൽ എന്തുണ്ട്? ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയ ഉണ്ട്. ദി ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നൗറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക്.
അപ്പം ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, മിൽക്കിനെ നൗറിഷ് ചെയ്യുന്നുണ്ട്. ഗിവ് കേർഡ് ഇറ്റ് സോർ ടേസ്റ്റ്. അപ്പം ആ ലാക്റ്റിക് ആസിഡാണ് ആ കേർഡിന്, ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ലാക്റ്റിക് ആസിഡാണ് ആ കേർഡിന് എന്ത് കൊടുക്കുന്നത്, സോർ ടേസ്റ്റ് കൊടുക്കുന്നത്. അടുത്തത് ആസിഡ്സ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സും ബേസസും ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആസിഡ്സ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈം സോഡയാണ്, ലൈമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിക് സോഡയാണ്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിക് പൊട്ടാഷാണ്. അടുത്തത് വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വൈൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്. കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തുള്ള ആക്സിഡൻറ്റ്സ് കുറക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമുക്ക് എടുക്കാൻ പറ്റുക? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്ടിലേക്ക് വീഴുന്നത് നോക്കണം. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്, നമ്മളുടെ കൈ കൊണ്ട് അത് തൊടരുത്. ഡോണ്ട് സ്മെല്ല്, മണത്ത് നോക്കരുത്. ഡോണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കരുത്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ നിന്ന് ആസിഡ് എടുക്കുന്ന സമയത്ത് ഡ്രോപ്പർ യൂസ് ചെയ്യണം. യൂസ് എ ഹോൾഡർ വൈ യൂസിങ് ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹോൾഡർ യൂസ് ചെയ്യണം. അടുത്തത് വാട്ട് ഷുഡ് വി ഡു ഇഫ് ആസിഡ് സ്പിൽസ്. ആസിഡ് എങ്ങാനും തെറിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സ്ട്രോങ് ആസിഡ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. സ്ട്രോങ് ആസിഡ്സിന് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ക്യാൻ കോസ് ബേൺസ് ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദി ബോഡി. അപ്പം ആസിഡ് മേലായി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ബേണിങ് വരും, ബേൺസ് വരും. pouring cold water on affected area for long time is the first aid for this. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോൾഡ് വാട്ടർ കുറേ സമയം എഫക്റ്റഡ് ഏരിയയിലേക്ക് ഇങ്ങനെ ഒഴിക്കുക എന്നുള്ളതാണ്. ഇഫ് ദി ബേൺ ഈസ് സിവിയർ, അവിടെയുള്ള മുറിവ് സിവിയർ ആണെന്നുണ്ടെങ്കിൽ ദി പേഴ്സൺ ഷുഡ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ആ പേഴ്സണിനെ എവിടെ എത്തിക്കണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം. അടുത്തത് take acids and bases in separate test tube. Observe and tabulate the color changes that occur when various indicators are added to them. അപ്പം ആസിഡ്സും ബേസസും ഒക്കെ വേരിയസ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, എന്നിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് കളർ ചേഞ്ച് നോക്കുക. ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീന്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് മീഥൈൽ ഓറഞ്ച് ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളർ തരും. ഫിനോഫ്തലീനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറാവും. റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അടുത്തത് സൾഫ്യൂരിക് ആസിഡിലേക്ക് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളർ തരും. അടുത്തത് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ സൾഫ്യൂരിക് ആസിഡ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഉണ്ടാവില്ല. അടുത്തത് റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. അടുത്തത് റെഡ് ലിറ്റ്മസ് പേപ്പറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഉറ്റിച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈറ്റ് യെല്ലോ ആണ്, മീഥൈൽ ഓറഞ്ചുമായിട്ട്, ഫിനോഫ്തലീനുമായിട്ട് പിങ്കാണ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറുമായിട്ട് നോ കളർ ചേഞ്ച്, അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറുമായിട്ട് ബ്ലൂ കളറാണ് ആവുന്നത്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ മീഥൈൽ ഓറഞ്ചുമായിട്ട് ലൈറ്റ് പിങ്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളർ ഉണ്ടാവും. പിന്നെ അത് കളർ ചേഞ്ച് തരുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറുമായിട്ടാണ്, റെഡ് കളർ തരും. സോഡിയം ഹൈഡ്രോക്സൈഡും ആണെന്നുണ്ടെങ്കിൽ മീഥൈൽ ഓറഞ്ചുമായിട്ട് ലൈറ്റ് യെല്ലോ കളർ തരും, ഫിനോഫ്തലീനുമായിട്ട് പിങ്ക് കളർ തരും. ബ്ലൂ ലിറ്റ്മസ് പേപ്പറുമായിട്ട് കളർ ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പറിന് അത് ബ്ലൂ ലിറ്റ്മസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അടുത്തത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് മീഥൈൽ ഓറഞ്ചുമായിട്ട് യെല്ലോ കളർ തരും, ഫിനോഫ്തലീനുമായിട്ട് പിങ്ക് കളർ തരും. പക്ഷേ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഒന്നുമില്ല, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ബ്ലൂ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ആസിഡ്സ് എന്താ നോക്കാം. ഏതൊക്കെയാണ് ജനറൽ പ്രോപ്പർട്ടി? ഇത് എക്സാമിന് ചോദിക്കും. ഹാസ് സോർ ടേസ്റ്റ്,
ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്, റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കിയിട്ട് മാറ്റും. സോർ ടേസ്റ്റ് ആണ് അവിടെ ഉണ്ടാവും. അടുത്തത് എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ഫോളോയിങ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് താഴെ കുറച്ച് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കാരണം എഴുതാനാണ് പറയുന്നത്. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യൂല. കാരണം എന്താണ്? പിക്കിൾസിൽ എന്തുണ്ട്? ആസിഡ്സ് ഉണ്ട്. ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽ, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ദീസ് മേ കോസ് ഹെൽത്ത് ഇഷ്യൂ. ഇത് എന്തുണ്ടാക്കുന്നുണ്ട്? ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. സോ പിക്കിൾസ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ജാർസ്. അതുകൊണ്ട് പിക്കിൾസ് ഗ്ലാസ് ജാർസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എർത്ത് വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. കാരണം എന്താണ്? എർത്ത് വെസൽസാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കേർഡും അതുപോലെ തന്നെ ബട്ടർ മിൽക്കും അടങ്ങിയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കേർഡിലും ബട്ടർ മിൽക്കിലും ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് മെറ്റാലിക് വെസൽസിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ കൊറോഷൻ ഉണ്ടാക്കും. ദിസ് വിൽ കോസ് ഹെൽത്ത് പ്രോബ്ലം. ഇതെന്തുണ്ടാക്കും? ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും. സോ എർത്തേൺ വെസൽസ് ആർ സ്യൂട്ടബിൾ ഫോർ കുക്കിംഗ് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്കും കേർഡും ഒക്കെ ഉള്ള എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? എർത്തേൺ വെസൽസ് യൂസ് ചെയ്യാം. അടുത്തത്, വാട്ട് ആർ ദി യൂസസ് ഓഫ് വിനെഗർ അറ്റ് ഹോം? വിനെഗറിന് വീട്ടിൽ എന്തൊക്കെ യൂസസ് ആണുള്ളത്? ഇൻ പിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രോസസ്സിങ്ങിലും പ്രിസർവേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ടു റിമൂവ് ലാബൽ ആൻഡ് സ്റ്റിക്കേഴ്സ് ബൈ ഡിസോൾവിങ് അഡ്ഹസീവ്സ്. ലാബിലും സ്റ്റിക്കേഴ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനെഗർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, സം ആസിഡ്സ് ആൻഡ് ദെയർ യൂസസ് ആർ ലിസ്റ്റഡ് ഇൻ ടേബിൾ. ആസിഡ്സും അതിൻ്റെ യൂസസും താഴെ തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പിക്കിൾ ഉണ്ടാക്കാൻ, കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോമിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ലാറ്റക്സ് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിട്രിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബാറ്ററിയിൽ അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പെയിൻറ്റും ഡൈസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ടാനിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ലെതർ ആൻഡ് ഇങ്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർബോണിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിലും അതുപോലെ തന്നെ സോഡ വാട്ടറിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ബേസസിൻ്റെ യൂസസ് ആണ് പറയുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് മാനുഫാക്ചറിങ് ടു റെഡ്യൂസ് ദി അസിഡിറ്റി ഓഫ് സോയിലിൻ്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ടു മേക്ക് സോപ്പ് ആൻഡ് പേപ്പർ ആൻഡ് റയോണ്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, അനലൈസ് ദി ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ്. ടേബിൾ അനലൈസ് ചെയ്തിട്ട് താഴെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താനാണ് പറയുന്നത്. വിച്ച് ഈസ് ദി ബേസ് യൂസ് ടു മേക്ക് സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബേസ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വിച്ച് ആർ ദി ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസിൽ യൂസ് ചെയ്യുന്ന ബേസസ് ഏതൊക്കെയാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി കളേർഡ് പാർട്സ് ഓഫ് പ്ലാന്റ് ദാറ്റ് യു നോ? നിങ്ങൾക്ക് അറിയുന്ന പ്ലാന്റിൻ്റെ കളേർഡ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പറയാം? റെഡ് സ്പാനാഷ് പറയാം, ബ്ലൂ കളേർഡ് ക്ലിറ്റോറിയ പറയാം, റെഡ് ക്യാബേജ്, ബീട്രൂട്ട്, ടെർമറിക്, ഗ്രേപ്പ് ജ്യൂസ്, പതിമംഗം, ഇതൊക്കെ പറയാം. പ്ലാന്റിൻ്റെ പാർട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ നാച്ചുറൽ കളർ തന്നിട്ടുണ്ട്. അതിലേക്ക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്തും ബേസ് ആഡ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെ കളർ ചേഞ്ചാണ് വരാമെന്നും പറയുന്നുണ്ട്. ശംഖുപുഷ്പമാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കളർ ബ്ലൂ ആണ്, ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് ആവും, ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആവും. അടുത്തത്, റെഡ് ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കളർ ആഡ് ചെയ്താൽ പർപ്പിൾ അല്ലെങ്കിൽ പർപ്പിൾ റെഡ് ആവും. നാച്ചുറൽ കളർ റെഡ് ക്യാബേജിലേക്ക് നാച്ചുറൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ റെഡ്, കളർ ഇൻ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിഷ് പിങ്ക്, കളർ ഇൻ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂയിഷ് ഗ്രീൻ. അടുത്തത്, പ്ലാന്റ് പാർട്സ് ബീട്രൂട്ട്, അതിലേക്ക് നാച്ചുറൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് പിങ്ക്, യെല്ലോ കളർ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ വയലറ്റ്, കളർ ഇൻ ബേസ് ഗ്രീനിഷ് യെല്ലോ. ടെർമറിക് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ആണ്, ആസിഡിൽ നാച്ചുറൽ കളർ യെല്ലോ ആണ്, ആസിഡിലാണെന്നുണ്ടെങ്കിലും യെല്ലോ കളറാണ്, ബേസിലാണെന്നുണ്ടെങ്കിൽ റെഡ് കളറാണ്. ഗ്രേപ്പ് ജ്യൂസ് നാച്ചുറലി പർപ്പിളാണ്,
ആസിഡിലുള്ള ഇത് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറാവും, ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളറാവും. അടുത്തത് പതിമങ്കാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കളറ് പിങ്കാണ്, അതിൻ്റെ ആസിഡിലുള്ള കളറ് യെല്ലോ ആണ്, ബേസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കളറ് പിങ്കാണ്.